ഞാൻ പറയാൻ വന്നത് ഇതാ, ഈ ഒരു കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു, ഓർത്തില്ല ഉള്ളത് പറഞ്ഞാൽ. 50 വർഷമായിരുന്നുള്ള ശരി തന്നെ. 50 വർഷം പോകുന്നു ആർക്കും. ഞങ്ങളത് ഇന്നിപ്പോ ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ച് കൂടാനുള്ള അവസരം ഒരുക്കിയത് ഗ്ലാഡ്സൺ വന്നു, പിന്നെ ഞങ്ങളും വന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് എല്ലാവരുടെയും വീടുകളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹ്രസ്വമായ ടൈം കൊണ്ട് ഗ്ലാഡ്സിന്റെ അമ്മായിച്ചൻ മരിച്ചുകൊണ്ട് ഗ്ലാഡ്സിന് അങ്ങോട്ട് പോകേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും നല്ല സുഖമില്ല, അമ്മയ്ക്കും ചെറിയൊരു അസുഖം. അപ്പോൾ അതിന് ഡോക്ടറൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എറണാകുളത്ത് ലേക്ക് ഷോർ എന്ന് പറയുന്ന ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലങ്സിൽ ഒരു ട്യൂമറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ള അറിയുന്നത് തിങ്കളാഴ്ചയാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകെപ്പാട് ചിലപ്പോൾ രചന വന്നില്ല, മരുമകള് ഗ്ലാഡ്സിന്റെ വൈഫ് വന്നില്ല. പുള്ളിക്കാരി അമ്മയുടെ അടുത്ത് അമ്മയെ ശുശ്രൂഷിച്ച് അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വന്നത് നമ്മുടെ തേവർമ്മയുടെ കുടുംബത്തിന്റെ ഒരു കുടുംബയോഗം നടത്തണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. ഇതുവരെ നടന്നില്ല. അതൊരു അക്കരപ്പച്ച പോലെ സ്വപ്നം പോലെ നീണ്ടുകൊണ്ട് പോവുകയാണ്. ഏതായിരുന്നാലും ഇപ്പൊ നമ്മുടെ ഈ കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പറ്റുന്നവരൊക്കെ കൂടാൻ തക്കോണൊരു സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തത്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. ശരിക്കും ഞങ്ങള് തറവാട്ടിലായിരുന്നു നടത്തേണ്ടിയിരുന്നത്, എല്ലാവരും കൂടി അവിടെ കൂടേണ്ടി വന്നു. പക്ഷെ നമ്മുടെ നമ്മുടെ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് കുമ്പുവിന്റെ ശാരീരിക അവസ്ഥ പരിഗണിച്ച് അവളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടെ ആവുമ്പോൾ എല്ലാവർക്കും വരാനും പോകാനും ഒക്കെ ഉള്ള സംവിധാനം എളുപ്പമാണ്. അതുകൊണ്ട് ലിസിയുടെയും കുമ്പുവിന്റെയും ബേസിലിന്റെയും മഹാമനസ്കൃതി കൊണ്ട് നമുക്ക് ഇവിടെ വേണ്ടുന്ന എല്ലാ സംവിധാനവും ചെയ്തു തന്നു. പിന്നെ ബോസാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്. പിന്നെ ഭഗവത്ഗീത നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ പനങ്കള്ളും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിനൊരു ആശംസ പറയാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവരെയും പരിചയപ്പെടുന്നവിടെ പലരും അങ്ങൊന്നും അറിയില്ല. എല്ലാവരും ഇപ്പോഴാണ് അറിയാൻ തുടങ്ങുന്നു. അപ്പോ പോള് 2 വാക്ക് പറയണം, അതിനുശേഷം 2 വാക്ക് ഷാജിയും പറയണം, 2 വാക്ക് ഈ പോളും പറയണം. അതിന് നിങ്ങളെ ഹാർദവുമായി ക്ഷണിക്കുന്നു. പോള് ആദ്യം നിങ്ങളവിടെ ഞങ്ങൾ ഇരുന്നോട്ടെ. രണ്ടുപേരെ അന്വേഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ബേബി ചേട്ടായി ചേച്ചിയുടെയും 50ാമത് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഇവിടെ വന്നപ്പോ സർപ്രൈസ് ആയിട്ടാണ് ഞാനാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരു പൊന്നാടയെങ്കിലും ഇത് സർപ്രൈസ് ആയിപ്പോയി. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെല്ലാവരും ചേട്ടായിയുടെ ഗ്ലാഡ്സൺ വന്നിട്ടുണ്ട്, ഗ്ലാഡിസ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയ ഈ ഒരു വേദി ആനന്ദപ്രദവും ആഘോഷവും സന്തോഷപ്രദവുമാക്കുന്ന ഒരു വേദി ഒരുക്കി തന്നെ ബേബി ചേട്ടായിയാണ് ഇപ്പൊ നമ്മുടെ ഈ കുടുംബത്തിലെ ഇവിടുത്തെ കാരണവർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനാട്ടോ ഇപ്പൊ ഇവിടുത്തെ കാരണവര് ബേബി ചേട്ടായി. ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇപ്പോൾ നിലവിലുള്ളതിൽ കാരണവര് നമ്മുടെ ബേബി ചേട്ടായിയാണ്. ഇപ്പൊ കാരണവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ഒരു ആശംസാ പ്രസംഗം നടത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യം 100 വയസ്സ് എങ്ങനെയെന്ന് പ്രാർത്ഥിക്കണോ? വേണ്ട, അത് വേണ്ട. എപ്പോഴെങ്കിലും സംഗതി വിട്ടുപോക്കോട്ടെ. അങ്ങനെ ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം പരിചയപ്പെടും. അത് മിങ്കിൾ ചെയ്ത് ഇപ്പൊ പരിചയമില്ലാത്ത ഒത്തിരി പേരുണ്ട്. എനിക്ക് തന്നെ പരിചയമില്ലാത്ത ഒത്തിരി പേരുണ്ട്. വേണ്ട ഈ നിൽക്കുന്നു ഒരാള് ഇപ്പഴാ ഇപ്പഴാ ഞാൻ പരിചയപ്പെടുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തന്നെ പരിചയമില്ലാത്തതുണ്ട്. അപ്പൊ എന്റെ പിള്ളേരുടെ പിള്ളേർക്കും കൂടെ പരിചയമില്ലാത്ത ഒത്തിരി പേര് കാണും. എല്ലാരെയും പരിചയപ്പെടാനും ഇനി ഇങ്ങനെ ഒരു യോഗം നമുക്ക് വിപുലമായിട്ടൊന്ന് കൂടാനായിട്ട് ഒരു വേദി ഒരുക്കുന്നതിന്റെ ആരംഭമാകട്ടെ ഇതെന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിവാഹമംഗള ആശംസകൾ ഒരു പ്രാവശ്യം കൂടെ അതൊക്കെ കഴിഞ്ഞു. 50 കൊല്ലം അല്ല, ഒന്നോടെ നടന്നുകൊണ്ട് ഞാൻ നിർത്തുക.
നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം, എന്നാൽ ചിലർക്ക് അറിയില്ലായിരിക്കും. എൻ്റെ പേര് ഷാജി. എൻ്റെ ഭാര്യയുടെ പേര് മേരീസ് എന്നാണ് മൂവാറ്റുപുഴയിൽ അറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ കോട്ടയത്ത് മാനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മാനി മേരീസ്. ആ അതെ. അപ്പം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയും അതോടൊപ്പം തന്നെ ലിസി ചേച്ചിയുടെയും വിവാഹം ഒരേ ദിവസമായിട്ടായിരുന്നു നടന്നിരുന്നത്. അന്നു മുതൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വളരെ ഒരു സന്തോഷകരമായ ദിനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് സംശയമില്ല. കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിൽ എല്ലാവരും തന്നെ നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെല്ലാം ഈ അവസരത്തിൽ ഒരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഇവിടെ ഞാനോടുള്ള ബന്ധത്തിൽ ഞാനെന്നാണ് വിളിക്കുന്നത്. കാര്യം എൻ്റെ അളിയനാണെന്ന് പറഞ്ഞാൽ പോലും ഞാനെന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഒരു സ്വന്തം ബ്രദർ എന്ന നിലയിലാണ് എനിക്ക് ഞാനെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിവാഹ 50-ാം വാർഷികത്തോടുള്ള ബന്ധത്തിൽ അവർക്കൊരു നല്ല ജോലി, അവർ നല്ല രീതിയിലൊക്കെ തന്നെയാണ് അവർ ജീവിച്ച് വന്നിരിക്കുന്നത്. തുടർന്നും അവരുടെ ഭാവി മെച്ചപ്പെട്ടതായിരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. തീർച്ചയായും നിങ്ങളോടുള്ള ബന്ധത്തിൽ, കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിലും വളരെ സന്തോഷം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഒരു സന്തോഷകരമായ വിധത്തിൽ നമ്മളോട് ഇടപെടാൻ കഴിയുന്നു. അല്ലെങ്കിൽ കുടുംബം ഒത്തൊരുമിച്ച് ഒരു കുടുംബം ഇമ്പം ഉള്ള ഒരു രീതിയിൽ, അതായത്